പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ടൊമാറ്റോ മുറുക്ക് ഉണ്ടാക്കാം. അതിപ്പം നമുക്ക് അതിന് വേണ്ടത് ഇതെല്ലാം, അതായത് ചെറിയ ജീരകം വേണം, പുതിനയില വേണം, അരിപ്പൊടി, കടലമാവ്, ബട്ടർ, വെളുത്തുള്ളി, മുളക് പൊടി, ഉപ്പ്, ഇത്രയും കായം, ഇത്രയും സാധനമാണ് ഇതിന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതെല്ലാം ഒന്ന് എടുത്തിട്ട് അരച്ചോണ്ട് വരണം. അപ്പോൾ നമുക്ക് തക്കാളി ഇതിനകത്തോട്ടിട്ട്, തക്കാളി ഇട്ട്, പിന്നെ കുറച്ച് പുതിനയില, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, ഇച്ചിരി കൂടുതൽ ഇട്ടേക്കാം. പുതിനയില, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. തക്കാളിയല്ല, നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ മുറുക്കിന് നല്ല പുളിയൊക്കെയുള്ള തക്കാളി വേണം. ജീരകം, പിന്നെ മുളക് പൊടി, അത് കാശ്മീരി ആയിരിക്കണേ, നല്ല കളറ് വേണമല്ലോ അതിന്. ഇത്രയും. ഇപ്പം ഇതൊന്ന് അരച്ചോണ്ട് വരട്ടെ. അരച്ചോണ്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. കൊണ്ടുവന്ന് കണ്ട ഇതിങ്ങനെ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് അരിപ്പൊടി, ഒത്തിരി വീതമൊന്നും ഞാൻ എടുക്കുന്നില്ല, കുറച്ച്. പിന്നെ കടലമാവ്, പിന്നെ നമുക്ക് ബട്ടർ ഇടണം, ഒരു കഷ്ണം ബട്ടർ ഇട്ടു. പിന്നെ കുറച്ച് കായം. കായത്തിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ മുറുക്കിനൊക്കെ മുന്നേ നിൽക്കുമ്പോൾ നന്നായിട്ട് ടേസ്റ്റ് ആവും. പിന്നെ ഇതിനാവശ്യത്തിന് ഇത് ഒഴിക്കുക, എന്നിട്ട് നമ്മളിങ്ങനെ കുഴയ്ക്കുക. നന്നായിട്ട് ഇതൊന്ന് ശരിയായിട്ട് ഞാനൊന്ന് കുഴക്കട്ടെ കേട്ടോ. ഇതെല്ലാം ഒന്ന് കുഴച്ച് എടുത്ത് വയ്ക്കുമ്പം നമുക്ക് ചട്ടി അടുപ്പ് വെച്ചു, തീ കത്തിച്ച്, ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അത് ചൂടാവണ്ടേ. അപ്പം അതിനുള്ള സമയം വേണം. കണ്ടോ, അത് എണ്ണ ചൂടാവട്ടെ. അപ്പം നമുക്ക് മാവ് കുഴച്ച് വെച്ചിരിക്കുന്നതാണ്ടോ, കണ്ടോ, മാവ് കറക്റ്റായിട്ട് അതിൻ്റെ കുഴച്ച് വെച്ചു. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത്, ഇതിങ്ങനെ റൗണ്ടായിട്ട് എടുക്കുന്നതല്ല, വേറെ വേറെ ആയിട്ട് എടുക്കുന്ന ഇതിലാണ്. കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ പിരിയൊക്കെ കറക്റ്റ് ആയില്ലെങ്കിൽ പിന്നെ വിട്ടുപോരും, അതാ എളുപ്പം. എണ്ണ ചൂടായി, കണ്ടോ. ഇനി എണ്ണ ചൂടായി, നമുക്കിതിങ്ങനെ ഇതിനകത്തോട്ട് ഇങ്ങനെ, കണ്ടോ, ഇനി ഇത് ഒന്ന് മൂത്ത് ഇതായിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഒരു സ്വല്പം കുറച്ച് വെക്കണം. ഇടുമ്പോൾ നല്ല തീയിലിട്ടാൽ ഇതൊന്ന് മൊരിയണ്ടേ. എന്നിട്ട് തീ തീരെ ഇച്ചിരി കുറച്ച് വെച്ചിട്ട് കണ്ടോ, ഇതിങ്ങനെ മൊരിയട്ടെ. നമ്മുടെ മുറുക്ക് മൂത്ത് ഇതിപ്പം നമ്മളിങ്ങനെ എടുക്കുക,
കണ്ടോ? ഞാൻ ഇവരെ ഇലയിൽ കുറച്ചിങ്ങനെ എടുത്തു വെച്ചു ഇതിനകത്തോട്ട് ഇടാൻ, അല്ലെങ്കിൽ താമസമല്ലേ. ഇത് കണ്ടോ, നമുക്ക് കുട്ടികൾക്ക് പുറത്തു നിന്നൊന്നും വാങ്ങിച്ചു കൊടുക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. തക്കാളിയും പിന്നെ ഇതുമൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. പുതിനയിലയും കാണൂലേ, അല്ലാതെ വേറുള്ള കാര്യങ്ങൾക്കൊന്നുമില്ല. എളുപ്പം നമുക്ക് ഇതേ കണ്ടോ, നല്ല നല്ല കട്ടിയായിട്ട് നല്ല ടേസ്റ്റാണ്. കണ്ടോ, ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും, എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാനൊന്ന് ഉണ്ടാക്കിയെന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞല്ല നിങ്ങൾ ഉണ്ടാക്കുന്നൊന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ. ഞാനൊന്ന് ഉണ്ടാക്കി, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കുന്നതെന്നൊക്കെ അറിയാം. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ടാറ്റാ.